ഹായ് ഫ്രണ്ട്സ്, ഷിങ്കു ആൻമിയുടെ പുതിയ വീഡിയോയിൽ തൃശ്ശൂർ സ്റ്റൈൽ സാമ്പാർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനായിട്ട് അരക്കപ്പ് പരിപ്പ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 3-4 വിസിലോട് കൂടി ഇത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മത്തങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുമ്പളങ്ങ. അപ്പോൾ ഇതൊക്കെ ഇതേ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതും ഇതേ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വെണ്ടക്കായ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെണ്ടക്കായം ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി, പിന്നെ ഒരു പകുതി കഷ്ണം സവാള. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികൾ. ഇനി ഇതേ സൈസിൽ കുറച്ച് പുളി നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഞരടിയിട്ട് അതിനതിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇത് തൃശ്ശൂർ സ്റ്റൈൽ സാമ്പാർ ആയതുകൊണ്ട് ഇതിൽ നമ്മൾ നാളികേരം വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത്രയും നാളികേരം, ഇതൊരു അരക്കപ്പ് നാളികേരമുണ്ട്. ഇനി ഇതിലേക്ക് ചെറുള്ളിയും കുറച്ച് വെളുത്തുള്ളി, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇത്തിരി ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത്തിരി കയ്പ്പുണ്ടാവും. പിന്നെ നമ്മുടെ മുഴുവൻ മല്ലി ഇതും കൂടി ഇടാം. ഇതിലേക്ക് നമുക്ക് കായ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ ഈ കായം കൂടി ഇട്ടു. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇതിനെ വറുത്തെടുക്കണം. അതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേതൊന്ന് വറവ് ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇതിനെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വറുത്ത് എടുത്താലാണ് നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇതിനെ അരച്ചെടുക്കണം. അപ്പോൾ ഇതേ രൂപത്തിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം പരിപ്പൊക്കെ ഒന്ന്. അപ്പോൾ ഇതേ പരുവത്തിൽ ഇതിനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി നമുക്കിതിലേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെ ഈ തക്കാളിയും കൂടി അരിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, അതിൻ്റെ ആ പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ പുളിവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ വീണ്ടും വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് ഇത് ഒരു 3 വിസിൽ മതി. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് വെന്ത് വരും. അപ്പോൾ നമുക്ക് ഇതിനൊന്നും കൂടി വേവിച്ചെടുക്കാം. അങ്ങനെ പച്ചക്കറികളൊക്കെ കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, നമ്മുടെ വെണ്ടക്കായൊന്നും ഈ കുക്കറിൽ അടിച്ചിട്ടും വെന്തുടഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാതും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറികളൊന്നും അങ്ങനെ ഉടയാണ്ട് നല്ല രീതിയിൽ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നേരത്തെ ഉപ്പ് പരിപ്പ് വേവിക്കുമ്പോൾ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ നല്ല രീതിയിൽ എല്ലാവിടെയൊക്കെ മിക്സാക്കി വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ തിളയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് നല്ല കുറുകി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതേ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കണം. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ഉലുവ, ഇതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഇതൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും എളുപ്പമുള്ളൊരു സാമ്പാറാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.